ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കേട്ട വചനം, യേശു ഈ ലോകത്തിലായിരിക്കുമ്പോൾ ശുശ്രൂഷയുടെ സമയത്ത് ഒരാൾ വന്ന് കർത്താവിനോട് ചോദിച്ച ചോദ്യമാണ്, എൻ്റെ മക്കൾ 2 പേര് നീ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നിൻ്റെ രാജ്യത്വത്തിൽ ഒരാൾ ഇടതു ഭാഗത്തും ഒരാൾ വലതു ഭാഗത്തും കാണണം. അവരുടെ ആവശ്യം കർത്താവ് നോക്കി, നല്ലത് തന്നെ. ഒരാൾ യേശു മഹത്വത്തിൽ വരുമ്പോൾ ഒരാൾ വലത്ത് ഭാഗത്തും ഒരാൾ ഇടത്ത് ഭാഗത്തും വരണം. അപ്പോൾ യേശു പറയുന്ന വാക്കാണ്, ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് സമ്മതമുണ്ടോ? എങ്ങനെ? ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിനക്ക് കഴിയുമോ? ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? കാരണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നിന്നാൽ മതി. ആ സ്ഥാനത്ത് നിങ്ങൾ എത്തണമെങ്കിൽ ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകണം. ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കണം, ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾ ഏൽക്കണം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. ചില നാളുകൾക്ക് മുമ്പ് ഒരു കർത്താവിൻ്റെ ദാസൻ എന്നോട് ഒന്ന് ചോദിച്ചു. ഞാനൊരു സ്വപ്നം കണ്ടു. അദ്ദേഹം മുന്നമേ സ്നാനപ്പെട്ടതാണ്, എന്നാൽ അതല്ല സത്യം എന്നറിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും സ്നാനപ്പെട്ടതാണ്. എന്നാൽ വീണ്ടും താനൊരു സ്വപ്നം കണ്ടു, താൻ ഒരു സ്നാനമേൽക്കുന്നു. അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ ചോദ്യം അതാ, ഇനി എനിക്കൊരു സ്നാനമുണ്ടോ? അപ്പോൾ അതിൻ്റെ അർത്ഥം, നമ്മൾ ലോകത്തിലായിരുന്ന നമ്മെ കർത്താവ് വിളിച്ചു കൊണ്ടുവന്നു, വേർതിരിച്ചു, കർത്താവിൽ വിശ്വസിച്ചു, ദൈവാത്മാവിനെ കർത്താവ് നമുക്ക് തന്നു, നമ്മൾ സ്നാനപ്പെട്ടു, ഇനി പുത്രത്വം കിട്ടി, ഇനി കർത്താവ് വരുന്നത് നോക്കിക്കൊണ്ടിരുന്ന് കർത്താവ് എടുത്തോട്ട് പോകും എന്നുള്ളതല്ല. പിന്നെയോ, ഒരു സ്നാനവും കൂടി ഉണ്ട്, ഒരു പാനപാത്രം കൂടി ഉണ്ട് കുടിക്കാൻ. അതായത് കർത്താവായ യേശുക്രിസ്തു എന്ന് ഇത് പറയുമ്പോൾ അവൻ ലോകത്തിൽ മറിയയിൽ നിന്ന് ജനിച്ച ഒരു ശിശുവായ ഒരു മനുഷ്യനായിട്ട് ജീവിക്കാം. എന്നാൽ ഇതൊക്കെയും വിട്ടതിന് ശേഷം അവൻ പാവങ്ങളുടെ പരിഹാരത്തിനായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കണം. അതവൻ ഏൽക്കാനിരിക്കുന്ന സ്നാനമാണ്. അതോടുകൂടി അവൻ പുതിയൊരു സൃഷ്ടിയാണ്. ആ സൃഷ്ടി മാത്രമേ സ്വർഗത്തിൽ പാപപരിഹാരത്തിനായിട്ട് പ്രവേശിക്കുകയുള്ളൂ. അതുപോലെ അതിന് മുന്നോടിയായി പാനപാത്രം കുടിക്കേണ്ടതുണ്ട്. ചില കഷ്ടതകളിൽ കൂടിയും ചില പ്രയാസങ്ങളിൽ കൂടിയെല്ലാം, അതിവേദനയിൽ കൂടിയെല്ലാം നടന്നു പോകേണ്ടതുണ്ട്. അതും പാനം ചെയ്യണം. ഇത് രണ്ടും ചെയ്താൽ മാത്രമേ ഈ സ്ഥാനം കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കതിന് കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കഴിയും, ഞങ്ങളതിന് തയ്യാറെടുത്ത് തന്നെയാണ്, ഞങ്ങൾ അത് പ്രാപിക്കാൻ തയ്യാറെടുത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു പടി, എങ്കിലും ആ സ്ഥാനം ആർക്കൊരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും. എല്ലാറ്റിനും മുൻപേ ഒരു മുൻ നിർണയമുണ്ട്, ദൈവത്തിനൊരു മുൻ നിശ്ചയമുണ്ട്. ആ നിശ്ചയത്തിൽ നിങ്ങൾ അവിടെ ഇരിക്കാനുള്ള നിശ്ചയം ദൈവത്തിൻ്റെതായിട്ടുണ്ടെങ്കിൽ, മുന്നറിവ് ദൈവത്തിൻ്റെതായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഉത്സാഹം, ഈ സ്നാനപ്പെടാനുള്ള ഉത്സാഹവും ഈ പാനപാത്രം കുടിക്കാനുള്ള ഉത്സാഹവും ഉണ്ടാകും, തയ്യാറെടുപ്പും ഉണ്ടാകും. ഇല്ലാത്തവർക്കും ഉണ്ടാവില്ല. കർത്താവിന് സ്തോത്രം. ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്,
നാം വിളിക്കപ്പെട്ട ഏവർക്കും കർത്താവ് ഒരു സ്ഥാനം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ ഒരു സ്ഥാനം നമുക്ക് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്നാനവും പാനപാത്രവും വെച്ചിട്ടുണ്ട്. അത് ഏറ്റെടുത്തേ പറ്റൂ. ദൈവം മുൻകണ്ടിട്ടുള്ളവനാണെങ്കിൽ ആ മുൻനിശ്ചയം മനുഷ്യർക്കുണ്ടെങ്കിൽ അവന് ഈ സ്നാനമേൽക്കാൻ അവന് കഴിയും. കാരണം ദൈവം അവനെ കൊണ്ട് അത് ചെയ്യിക്കും. ഈ പാനപാത്രം കുടിക്കാൻ അവന് കഴിയും. കാരണം നീ കുടിച്ചേ മതിയാവും. ദൈവം അതിനെ കുടിപ്പിക്കും. കാരണം പിൻവരുന്നൊരു മഹിമ അത്ര വലുതാണ്. മതി. ദൈവം നമുക്ക് നൽകിയ ആലോചനയ്ക്കായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമുക്കൊരു നന്മ കർത്താവ് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു ഉന്നതമായ സ്ഥാനം കർത്താവ് വെച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഒരു സ്നാനവും വെച്ചിട്ടുണ്ട്. നിശ്ചയമായിട്ടും നമുക്കൊരു പാനപാത്രം കർത്താവ് വെച്ചിട്ടുണ്ട്. അത് കുടിക്കാൻ നമ്മൾ ഒരുങ്ങിയേ പറ്റൂ, കുടിച്ചേ പറ്റൂ, ആ സ്നാനം ഏറ്റേ പറ്റൂ. അതിന് തയ്യാറെടുത്ത് വരുന്നുവെങ്കിൽ കർത്താവിൻ്റെ വചനം പറയുന്നത് സന്തോഷം അനുഭവിച്ച് ജീവിതകാലം മുഴുവൻ സുഖിക്കാം എന്നുള്ള നിലയ്ക്കല്ല ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരേണ്ടത്. പിന്നെയോ കർത്താവായ യേശു ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് ആ ഭാവം തന്നെ നിങ്ങളും ആയുധമായി ധരിപ്പിക്കും. എൻ്റെ ആയുധം ഇതാണ്, എൻ്റെ ആയുധമാണ്. എന്നെ കർത്താവ് വിളിച്ചെങ്കിൽ എനിക്കൊരു സ്ഥാനം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥാനത്തെ ഞാൻ എത്തേണ്ടതിന് വേണ്ടി എനിക്കൊരു സ്നാനം ആവശ്യമാണ്, അതിനൊരു പാനപാത്രം ആവശ്യമാണ്. അത് ഞാൻ തയ്യാറായിട്ട് വരുന്നു. അങ്ങനെ ആ കർത്താവ് ലോകത്തിൽ അനുഭവിച്ച കഷ്ടമാണ് എൻ്റെ ആയുധം എന്ന് ആര് കരുതുന്നുവോ ഓർത്താൽ മതി. അവൻ്റെ പ്രയത്നം കൊണ്ടല്ല. പിന്നെയോ ഇങ്ങനെ ഒരു മനസ്സൊരുക്കവും ഇങ്ങനെ അതിനെ തരണം ചെയ്യാനുള്ള കഴിവും അവനുണ്ടെങ്കിൽ തീരുമാനിച്ചാൽ മതി. അവനൊരു സ്ഥാനം കർത്താവ് ഒരുക്കിയിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ പദവിയിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിൻ്റെ ജനത്തെ കർത്താവ് സന്ദർശിക്കട്ടെ. ഇന്ന് ഈ ആഴ്ചവട്ടത്തിന് 1-ാമത്തെ ദിവസം നമുക്ക് കർത്താവിലേക്ക് താഴ്ത്തി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ,